ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക നിലക്കടല തോരനാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചോറിന്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് മാത്രമല്ല, ഒരു ഇടനേരത്തെ വിശപ്പിനൊക്കെ ഒരു സാലഡിന് പകരമൊക്കെ കഴിക്കാവുന്ന ഒരു സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടെയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിന്ന് കോവയ്ക്കയും അതുപോലെ നിലക്കടലയും ചേർന്ന് അതായത് കപ്പലണ്ടിയും ചേർത്ത് അടിപൊളിയായിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കാം. ഇത് വളരെ ടേസ്റ്റിയുമാണ്, അതേസമയം നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ, ഒരു 20-22 എണ്ണമൊക്കെ ഉള്ളൂ. ഇത് നമുക്ക് വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ഈ ഒരു വലുപ്പത്തിൽ നമുക്കിതാ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ഗോവയ്ക്ക നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കണം. ഉപ്പ് നമ്മുടെ കഷ്ണങ്ങളിലൊക്കെ നല്ലതുപോലെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കാം. ഇപ്പം നമ്മൾ ഉപ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണത്തിലൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട തോരനിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിക്കാം. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു കോവയ്ക്ക നല്ലൊരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 ചുമന്നുള്ളി വേണം. അതുപോലെ ഒരു 3 വെളുത്തുള്ളി അല്ലിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തേക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊരു 5-6 എണ്ണം എടുക്കാവുന്നതാണ്. അതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ പച്ചമുളകാണെങ്കിലും അധികം എരിവില്ല. അപ്പം ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ കോവയ്ക്കയിലേക്ക് വേണ്ട ഉള്ളിയും അതുപോലെ പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില വേണം. ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടലയാണ്. അതും ഞാനൊരു വലിയ കൈപ്പിടി അളവിൽ അതിലും കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കപ്പലണ്ടി ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. എന്തായാലും അത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ചെറിയ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 3 ചെറിയ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. അതായത് ഒന്ന് നടു പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്കും കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് പലരും കോവയ്ക്കും നിലക്കടലയും കൂടെ ചെയ്യുമ്പോൾ ഉള്ളിയൊക്കെ മുരിഞ്ഞ് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നിലക്കടല ഇട്ട് കൊടുത്ത് അതൊന്നായതിനു ശേഷമാണ് കോവയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ നിലക്കടലയുടെ ആ ക്രഞ്ചിനെസ് ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാനിവിടെ ആദ്യം കോവയ്ക്കയുടെ ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നിലക്കടല ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതാ മുളകും അതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് 2 സെക്ഷനാക്കി തന്നെ വെച്ചേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പം നമുക്കിതിലേക്ക് ഒരു ചെറിയ കൈപ്പിടി തേങ്ങ ഒന്ന് ചിരകിയിട്ട് കൊണ്ടുവരാം. അപ്പം നമ്മുടെ തേങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ കൈപ്പിടി അളവിൽ നമ്മൾ തേങ്ങയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഗോവയ്ക്ക തോരനിലേക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അടുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കാശ്മീരി മുളക് പൊടിയും മാത്രമാണ് ആവശ്യമായിട്ടുള്ളൂ. ഇനി നമുക്കിത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ കോവയ്ക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ് പുരട്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പം ഇതിലുള്ള എക്സ്ട്രാ വാട്ടർ കണ്ടന്റ് ഒക്കെ പോയി കിട്ടും. അതുപോലെ ആ വഴുവഴുപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വെക്കണം. അപ്പം നമുക്ക് കോവയ്ക്ക് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലത്തെ ആ വഴുവഴുപ്പും അതുപോലെ അധികമായിട്ടുള്ള ആ ഒരു വെള്ളമയൊക്കെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ കോവയ്ക്കത ഇവിടെ നല്ലതുപോലെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പും അതിൽ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ ഇതാ ഇതുപോലെ മാറ്റിക്കളയാം. ഇത് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ, ഇത് നമുക്ക് വേണ്ട. ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് തുടങ്ങാം. നമുക്ക് നമ്മുടെ കോവയ്ക്ക തോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുമന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഒക്കെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ മെഴുക്ക് വരട്ടിയും തോരനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് നല്ല എരിവിൽ കഴിക്കണമെങ്കിൽ സ്പൈസി ആയിട്ട് വേണ്ടതെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറിക്കോട്ടെ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന കോവയ്ക്ക ഉണ്ടല്ലോ, നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റിത്തീരുന്നത് വരെ നല്ലതുപോലെ നമുക്കൊന്ന് ഒലത്തിയെടുക്കണം. വെള്ളമയൊക്കെ നല്ലതുപോലെ തന്നെ പോകണം. അത്യാവശ്യം ഡ്രൈ ആയിട്ട് തന്നെ വരണം. അതാണ് ഈ ഒരു തോരൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഡ്രൈ ആക്കിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിൽ മറന്നിട്ട് നമ്മൾ ഉപ്പ് ചേർക്കരുത്. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തേക്കുന്നതാണ്. ഇനി നിങ്ങൾ ആ ഒരു പ്രോസസ്സ് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ എല്ലാ പണിയും ഒരുമിച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ഈ കോവയ്ക്ക ഇടുന്നതിന് മുമ്പ് തന്നെ വറ്റൽമുളകും അതുപോലെ നിലക്കടലയും ഒക്കെ ചേർത്ത് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കോവയ്ക്ക ചേർത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ക്രഞ്ചി ആയിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റെപ്പായിട്ടാണ് നമ്മൾ നിലക്കടല വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കോവയ്ക്ക ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലതുപോലെ ഒലർന്ന് കിടക്കുന്ന പരുവത്തിൽ ഉടയാതെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കൈപ്പിടി അളവിൽ മാത്രമാണ് കേട്ടോ ഞാനിവിടെ തേങ്ങ ചേർത്തേക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നേരം നമുക്ക് ഈ തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആ തേങ്ങയും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ മൊത്തത്തിലുള്ളൊരു ക്രഞ്ചിനെസ് ഫീലിംഗ് കിട്ടുള്ളൂ കഴിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഉപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി കുറവുണ്ടെങ്കിൽ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ കോവയ്ക്കയുടെ ഒരു പോർഷൻ, അതായത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം, വളരെ കുറച്ച് മതി, വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ വറ്റൽമുളക്, അതായത് ഉണക്കമുളക് നമ്മളെടുത്ത് വെച്ചിരുന്നില്ലേ, അതിട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നിലക്കടല, അതായത് കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ എണ്ണ ചൂടായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നിലക്കടല ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് നമ്മുടെ കോവയ്ക്ക തോരൻ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഓയിലൊന്നും ഇല്ലാതെ, അതായത് എണ്ണയില്ലാതെ നമുക്ക് ഈ കപ്പലണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ തോരനിലേക്ക് ഇതാ നമ്മൾ നിലക്കടല ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, എണ്ണയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അതിൽ നിന്ന് നല്ല നിലക്കടല മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തീ ഒന്ന് ഹൈയിലിട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക നിലക്കടല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള കോവയ്ക്ക നിലക്കടല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.